ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് കൂടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ലേഡീസ് ഉള്ള ഒരു ട്രിപ്പ് പോവാണ്, ഒരു 1 ഡേ ട്രിപ്പ് കേട്ടോ. അപ്പം 9 മണിയാകുമ്പോൾ അവിടെ എത്തണമെന്ന് പറഞ്ഞ് 8:52 അപ്പം നമ്മള് ആണുങ്ങളില്ല കേട്ടോ, ഷെഫിയേ ആണുങ്ങളുള്ളി ലേഡീസ് ട്രിപ്പ്. ഞാനും അബ്ദുള്ളയും പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പൊ നിങ്ങൾക്കും അറിയാലോ. അപ്പൊ നമ്മൾ നമ്മള് ഈസ്റ്റ് റഫീനാണ് പോകുന്നത്. അപ്പൊ അവിടെ നെസ്റ്റോൺ എടുത്ത് ബസ് നിർത്തിയിട്ടുണ്ട്, ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ യാത്രയും അതിന്റെ വിശേഷങ്ങളും എന്റെ കൂട്ടുകാരെ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതേണ്ടേ അബ്ദുള്ള ഒരു ഹായ് പറ. ഹായ്. എല്ലാരും ട്രാവൽ മോഡിലാണ് കേട്ടോ. പടച്ചതിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ബസ്സിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ കാണിക്കാം. വേണ്ടോ ആ കാറിന്റെ ബാക്കിൽ കിടക്കുന്ന ബസ്സാണ്. അപ്പൊ ഞങ്ങള് ഷെഫി അസ്സലാമു അലൈക്കും ഓള് പോട്ടെ. കുട്ടികളെ ഇവിടെ ഷാന റെഡിയല്ലേ? റെഡി നമ്മൾ പോവല്ലേ? ഓ പിന്നെ കടിച്ചു വിളിക്കല്ലേ? റെഡി. ശരി. മൈലാഞ്ചി പരിപാടി കഴിഞ്ഞിട്ടും തൊട്ട് നമുക്ക് എല്ലാവരും വലിയ ആഗ്രഹമായിരുന്നു ഇനി അടുത്ത എന്നാണ് കൂടുന്നതെന്ന് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഷെറീന ടീച്ചർ പറഞ്ഞത് നമുക്ക് ലേഡീസ് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോകാമെന്ന്. ഇതിൽ ഇനിയും ഒരുപാട് പേര് വരാനുണ്ട്. അവർക്കൊക്കെയാണ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബിസിയാണ്. അപ്പം ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ. അപ്പം ടീച്ചർ ഞങ്ങളോട് നമുക്കെല്ലാം ഒന്ന് ഒരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കേൾക്കേണ്ട താമസം കേട്ടോ. ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കൂല. ഒന്നാമത് ഞങ്ങൾക്ക് റീൽസ് എടുക്കാം, വീഡിയോസ് എടുക്കാം, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഫ്രൈഡേ ആണ് പോകാൻ തീരുമാനിച്ചത്. രാവിലെ ഒരു 9 o'clock തൊട്ട് വൈകിട്ട് ഒരു 7 o'clock വരെയായിരുന്നു ടൈം. പക്ഷേ എല്ലാവരും വന്ന് റെഡിയായി വന്നപ്പോഴത്തേന് 9:30 ആയി കേട്ടോ. ഞാൻ കറക്റ്റ് 9 മണിക്ക് എത്തി. അങ്ങനെ 9:30 ആയപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മളൊരു ബസ്സിനകത്ത് നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നു, പ്ലസ് മക്കളും കേട്ടോ. അങ്ങനെ നമ്മളൊരു 5-6 പ്ലേസാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത്. ആദ്യം നമ്മളൊരു മാളിലാണ് പോയത്. ആ മാളിൽ ഹമലയിലാണ് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ലൊരു ഷോപ്പിംഗ് മാളാണ്. അവിടെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, നല്ലൊരു വ്യൂ ആണ് അവിടെ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത പോയത് ജനേബിയയിൽ ക്യാമലിൻ്റെ ആ ഒരു ഫാമുണ്ട് കേട്ടോ. അവിടെയാണ്. പക്ഷേ പുറത്തോട്ട് ഇറങ്ങിയില്ല, കാരണം നല്ല ചൂടാണ്, അതുകൊണ്ട് ഇറങ്ങിയില്ല. അങ്ങനെ മക്കളൊക്കെ പോയി ക്യാമലിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ വീണ്ടും തിരിച്ച് വണ്ടിയിൽ വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് മുഹറക്കിലൊരു പാർക്കിലാണ് കേട്ടോ. പാർക്കും ബീച്ചും എല്ലാം കൂടി ചേർന്നതാണ്. അങ്ങനെ അവിടെ പോയി. അങ്ങനെ അവിടുന്ന് നമ്മൾ അവിടെയും നല്ല വെയിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ വെയിൽ കാരണം നമുക്കാണ് ഒരുപാട് നേരം പുറത്തിരിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. അതിനുശേഷം നിസ്കരിക്കാനുള്ളവരെല്ലാം പോയി നിസ്കരിച്ചു. അതിനുശേഷം നമ്മൾ പിന്നെ അറാദിലൊരു പാർക്കിൽ പോയി. അറാദിൽ പാർക്കിൽ പോയിട്ട് അവിടെ വെച്ചായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ ഫുഡെല്ലാം നമ്മൾ ഹോട്ടലിൽ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ അവരവിടെ കൊണ്ട് തന്നിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ടീച്ചറാണെങ്കിൽ മക്കൾക്കാണെങ്കിൽ കുറേ ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. കാരണം അവർക്കും ഒരു എൻജോയ്മെൻറ്റ് വേണമല്ലോ. അപ്പോൾ അവർക്ക് ബലൂൺ പൊട്ടിക്കലും ഞങ്ങൾ വലിയ ലേഡീസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബലൂൺ പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് അബ്ദുള്ളയുടെ ബലൂണാണെങ്കിൽ ഒരാൾ പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ അബ്ദുള്ളയ്ക്ക് ആകെ മൈൻഡ് ഔട്ടായി, ഫുള്ള് വഴക്കായി, വീട്ടിൽ പോകണമെന്നുള്ള ചിന്തയായി. അങ്ങനെ അബ്ദുള്ളയൊക്കെ എങ്ങനെയെങ്കിലും വല്ലചാരമൊക്കെ ഒപ്പിച്ച് വെച്ചു കേട്ടോ. പിന്നെ അതിനുശേഷം വലിയ ആളുകളുടെ ബലൂൺ പൊട്ടിക്കലായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തത് പോകുന്നത് നമുക്ക് വേറൊരു ബീച്ചിലാണ് കേട്ടോ. അപ്പം ഇപ്പം ബീച്ചിലൊക്കെ ആകുമ്പോഴാണെങ്കിൽ വെള്ളത്തിലോ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ ചൂട് കാരണമാണെങ്കിൽ ഭയങ്കരമായിട്ടും ജെല്ലി ഫിഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ജെല്ലി ഫിഷും മക്കളൊക്കെ കണ്ടാലാണെങ്കിൽ ചവിട്ടി കഴിഞ്ഞാലും ഇത് ദേഹത്ത് നല്ല ചൊറിയും. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങില്ല, ജസ്റ്റ് ആ ഒരു ബീച്ചൊക്കെ കണ്ട് പിന്നെ നമ്മളിനി അടുത്ത പോകുന്നത് ഡ്രാഗൺ റോക്കിലാണ് വന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ സൺസെറ്റിന് വന്നതാണ്. പക്ഷെ ഓൾറെഡി സൺസെറ്റ് എല്ലാം കഴിഞ്ഞതേ. എല്ലാവരും നടന്നു വരുവാണ്. സാരി സൺസെറ്റ് എല്ലാം കണ്ടില്ല നമ്മൾ. ഓൾറെഡി അവരെല്ലാം അവിടെ കയറി.
ഓൾറെഡി ഇരുട്ടായി. അങ്ങനെ സൺസെറ്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രാഗൺ റോക്കിൽ പോയത് കേട്ടോ. പക്ഷേ ആ ഒരു ടൈം ഒരുപാട് ഓവർ ആയതുകൊണ്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അവിടെ ഡ്രാഗൺ റോക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു മലയുടെ മുകളിലൊരു പാറ, അത്രയേ ഉള്ളൂ സംഭവം. അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴി ടീച്ചർ പറഞ്ഞിരുന്നു മക്കളോട്, നിങ്ങൾ പോയ വഴിയിലുള്ള കാഴ്ചകളെല്ലാം ഒരു ബുക്കിൽ എഴുതണം, അപ്പം ഫസ്റ്റ് നന്നായിട്ട് എഴുതുന്നവർക്ക് ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ മക്കൾക്കും ഭയങ്കര എൻജോയ്മെൻറ്റാണ്. അങ്ങനെ മക്കളും എഴുതി, അവർക്കും ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കുട്ടികൾ ടീച്ചർ ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ അതിനായിട്ട് ക്ലാപ്പൊക്കെ കൊടുക്കുവാണ്. അങ്ങനെ നല്ലൊരു ടൂറായിരുന്നു കേട്ടോ. മക്കളും വലിയവരും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തിരുന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ നമുക്ക് നല്ല ചായയ്ക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ ചായയും ഓരോ സമൂസയൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ഒരു യാത്ര ഇൻഷാ അല്ലാഹ് ഇവിടെ കഴിയുവാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളിനി ഇനി എന്താണെന്നുള്ള പ്ലാനിങ് ആണ്. അങ്ങനെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെല്ലാവരോടും സ്നേഹം മാത്രം. ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത ഞങ്ങളുടെ ഷെറീന ടീച്ചറാണ് കേട്ടോ. അടിപൊളിയായിരുന്നില്ലേ ഈ ട്രിപ്പൊക്കെ? ഇനി അടുത്ത ട്രിപ്പ് എന്നാ? ഇൻഷാ അല്ലാഹ്.